ജുമേൻ്റെ ശേഷം പള്ളിയിൽ നിന്ന് ഞാൻ പറഞ്ഞു, ഈ വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവന്നാൽ കുട്ടികൾക്ക് പള്ളീൻ്റെ ബഹുമാനം അറിയില്ലല്ലോ. അപ്പോൾ പള്ളിയിൽ വന്ന് ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പെരുന്നാൾ നിസ്കാരത്തിന് സുബ്ഹാനല്ലാഹ് ഒരു ചെറിയ കുട്ടീനെ, പലരും വന്നിട്ടുണ്ടാവും ചെറിയ കുട്ടികളെ കൂട്ടിയിട്ട്, ഒരു ചെറിയ കുട്ടീനെ കൂട്ടിയിട്ട് ഒരാൾ വന്നു. ആ കുട്ടി നിസ്കാരം തുടങ്ങിയത് മുതൽക്ക് ഒച്ചത്തിൽ ശബ്ദിച്ച് നിലവിളിച്ച് കരയാണ്. എല്ലാവരും നിസ്കാരത്തിനും ശ്രദ്ധ മാറി. ഇത് എത്ര വലിയ മുസീബത്താണ്, എത്ര വലിയ മുസീബത്താണ്. എന്തുകൊണ്ടാണ്? ഈ കുട്ടിക്ക് ഇത് നിസ്കാരം എന്നറിയില്ല. ഈ നിസ്കാരത്തിൽ ബാപ്പാക്ക് മിണ്ടാൻ കഴിയൂല എന്നറിയില്ല. ബാപ്പാനെ ഈ കുട്ടി ഇങ്ങനെ വലിച്ചോണ്ടിരിക്കും. കാരണം ഈ കുട്ടിക്ക് അതറിയില്ല. ഇതുപോലെ ഈ അടുത്തുണ്ടായ ഒരു സംഭവം, നമ്മളെ പള്ളിയിൽ സുബ്ഹാനല്ലാഹ് 3-4 ദിവസം മുമ്പ് നമ്മൾ ഉനൈസ് വിളിച്ചിട്ട് വെച്ച് പള്ളീൻ്റെ അകത്തെ പള്ളി ഓത്തിയോട്ട് അകത്തെ പള്ളി പൂട്ടിക്കോട്ടെ, ജമാഅത്ത് കഴിഞ്ഞ ഒരു അരമണിക്കൂർ തൊട്ട് പൂട്ടിക്കോട്ടെ, പുറത്ത് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവുമല്ലോ. ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ നോക്കുമ്പോൾ എല്ലാവരും നിസ്കരിച്ച് പോയപ്പോൾ ഒരാളൊരു ചെറിയ കുട്ടീനെ കൂട്ടി പള്ളിയിൽ വന്നിട്ട് പള്ളിയിലെ കുട്ടി മൂത്രമൊഴിച്ചു. കാർപ്പറ്റിൽ ക്ലാസ് കാർപ്പറ്റിലാണ് മൂത്രമൊഴിക്കുന്നത്. ഈ മൂത്രമൊഴിച്ച കുട്ടി, എന്നാൽ ആ മനുഷ്യനൊന്ന് വിളിച്ചിട്ട് ഇങ്ങനെ മൂത്രമൊഴിച്ചിട്ടുണ്ട്, നമ്മൾ ചെയ്യാമെന്ന് ചോദിക്കണ്ടേ? ഒരു വിവരം പറയാണ്ട് അയാൾ പോയി, കുട്ടീനെയും കൂട്ടി അയാൾ പോയി. പിന്നെ ഏതോ ഒരാൾ നിസ്കരിക്കാമെന്ന് സുജൂദ് ചെയ്തപ്പോൾ മണത്തിട്ട് നിവൃത്തിയില്ല. അപ്പോഴാണ് ഈ ക്യാമറ പരിശോധിക്കുമ്പോൾ ഒരു കുട്ടി മൂത്രമൊഴിച്ചതാണ് കാണാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് കേസ് കൊടുക്കാൻ പോകാനാ? അതൊന്നും പറ്റൂലല്ലോ, വിവരമില്ലാത്തതുകൊണ്ടാണല്ലോ. അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഈ രൂപത്തിൽ പള്ളിയായി ബഹുമാനാദരവ് പ്രകടിപ്പിക്കണം. ഞാൻ പ്രത്യേകം പറയാൻ, ഈ പ്രസംഗം ചിലപ്പോൾ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും എത്തുമല്ലോ. അതുകൊണ്ട് പറയാൻ, ഈ വകതിരിവില്ലാത്ത കുട്ടികളെയും കൂട്ടിയിട്ട് പള്ളിയിൽ വരരുത്. അത് മാളല്ല. മാളിൽ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി വേറെ എവിടെയെങ്കിലും പാർക്കിൽ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം എന്താണ്? അവിടെ മൂത്രവെച്ചാലൊന്നും വരാനില്ല. വേറെ ചിലർ അത് നമ്മൾ പമ്പീസ് ഇട്ടിട്ടാണ് കൊണ്ടുവരിക. പമ്പീസ് ഇട്ടാൽ നെജസുള്ള ആ കുട്ടീനെ അങ്ങനെ തന്നെ പള്ളിയിൽ കയറ്റേ, അതിനെ കാണാൻ പറ്റാത്ത പണിയല്ലേ. മാത്രമല്ല, ആ കുട്ടി ചിലപ്പോൾ ഈ പമ്പീസ് ചെയ്യുന്നത് തന്നെ എന്തായിരിക്കും? അത് പള്ളിയിൽ നിന്നായിരിക്കും. എത്ര വലിയ തെറ്റാവും. അപ്പം ഈ വകതിരിവില്ലാത്ത കുട്ടികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇരിക്കട്ടെ.